യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യാക്കോസ്ലിയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുമാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: എളിയ സഹോദരന്മാർ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ, ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിൻ്റെ പൂ പോലെ അവൻ കടന്നു പോകും. സൂര്യൻ ഉഗ്രകോപത്തോടെ ഉദിച്ചുയർന്നു പുല്ലിനെ ഉണക്കിക്കളയുന്നു. അതിൻ്റെ പൂ കൊഴിഞ്ഞു വീഴുന്നു, സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനവാനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കണം. ആ വചനം നമുക്ക് നൽകിയിരിക്കുന്ന പാഠം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഏതൊരു പൊട്ടന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വചനമാണത്. അപ്രകാരം തന്നെ വീണ്ടും ഈ വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് ഒരുവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, യാക്കോസ്ലിയുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വചനമാണിത്. 1-ാം അധ്യായം 9 മുതലുള്ള വാക്യം നമ്മൾ നോക്കി. ആ വചനത്തിൽ ധനവാന്മാരോട് പ്രത്യേകമായി പറയുന്നത് ഇതാണ്: ധനവാന്മാർ എളിയവരെ സഹായിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ധനവാൻ കുന്നുകൂട്ടി പണങ്ങൾ ശേഖരിച്ച് എങ്ങനെല്ലാം പണം സമ്പാദിച്ചു വെക്കണമോ, എങ്ങനെല്ലാം സ്വത്ത് വർദ്ധിപ്പിക്കണോ, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് പോവുകയാണ്. ഈ കാലഘട്ടങ്ങളിലും മനുഷ്യൻ ദൈവത്തെ അറിയുകയോ ദൈവജനത്തിന് വേണ്ട നന്മകൾ ചെയ്യുകയോ ചെയ്യാതെ കടന്നു പോകുമ്പോൾ നിൻ്റെ സമ്പത്തുകളെല്ലാം കുത്തൊഴുക്ക് പോലെ പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ നേടിയെടുക്കുന്ന സമ്പത്ത് ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ പോയി നമ്മുടെ ജീവനും ഒക്കെ അപകടത്തിലാകുന്ന എന്തിനാണ്? ആ അപകട മേഖലകളിൽ നിന്നെല്ലാം കർത്താവ് സുരക്ഷിതമാക്കി വെക്കണമെങ്കിൽ കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് ഇറങ്ങിക്കൂടെ? ദൈവം പറയുന്നത് പോലെ നന്മകൾ ചെയ്ത് ജീവിച്ചൂടെ സഹോദരങ്ങളെ? നമ്മൾ നന്മകൾ ചെയ്ത് ജീവിക്കുന്നവരായി മുന്നേറണം. കർത്താവിൻ്റെ വചനം കേൾക്കുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്തു കഴിയുന്നവൻ ആരാണെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണം പ്രാപിക്കാം. ഈ വചനം നിങ്ങളെല്ലാവരും എടുത്ത് വായിക്കണം. നിങ്ങളുടെ വീടുകളിൽ ബൈബിളുണ്ട്, ബൈബിളുള്ളവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, നിങ്ങൾ ദൈവവിശ്വാസികളാണ്. ദൈവവിശ്വാസികളല്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വചനം ഒന്നെടുത്ത് വായിക്ക് പ്രിയപ്പെട്ടവരെ. ആ വചനത്തിലൊന്ന് ഇറങ്ങി വാ. മനുഷ്യരെ മനുഷ്യരായി കാണ്. ഇന്ന് എത്രയോ ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലായിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്തൊക്കെ അവർക്ക് വേണ്ടി ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ജീവനെ സംരക്ഷിക്കാൻ കഴിയും. മറ്റുള്ളവർ അപകടത്തിൽ പോകാതെ, അവരുടെ ജീവൻ നഷ്ടപ്പെടാതെ അവരെ കാത്തു ഉരുവാലിക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഈ സമ്പത്തൊന്നും നിങ്ങൾക്ക് ഒന്നിനും ഉതകത്തില്ല. അത് മനസ്സിലാക്കണേ. നമ്മളിപ്പോഴേ നന്മകൾ ചെയ്ത് മാറും. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്ത് നന്മയിലേക്ക് വാ. ഇത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതാണ്. ഈ വചനത്തിലേക്ക് ഇറങ്ങി വരേണ്ടതാണ്. യേശുവിൻ്റെ വചനം യേശു വിചാരിക്കാതെ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കാലൊന്നും എടുത്തു വെക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു എല്ലാം സഹിച്ച് നിങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം വരാതിരിക്കുവാൻ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ വചനത്തിൽ മുന്നേറുക. യേശുവിൻ്റെ വചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് യേശുവിൻ്റെ വചനത്തോടൊപ്പം ജീവിക്കാം.
പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിലൂടെ നിർവീര്യമായി പോകും. അപ്പം നമുക്ക് പ്രവൃത്തിയിലേക്ക് വരാം. ജീവൻ്റെ ജീവനായ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് ആരുടെയെങ്കിലും ഹൃദയം മുറിയുന്നുവെങ്കിൽ കർത്താവെ, ഞാൻ വളരെയേറെ സന്തോഷിക്കും. കാരണം എൻ്റെ അപ്പച്ചൻ്റെ വചനത്തിന് ഇന്നുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. എൻ്റെ അപ്പൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. എൻ്റെ അപ്പ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും പശ്ചാത്തപിച്ച് യേശുവിലേക്ക് കടന്നു വരുവാൻ, നന്മ ചെയ്ത് ജീവിക്കുവാൻ, കോടാനുകോടി സമ്പത്ത് ശേഖരിച്ച് വെച്ചേക്കുന്നവർക്ക് ഇതാ വേലക്കാർക്ക് കൊടുക്കാതെ കൂലി അവരുടെ മേൽ നിലവിളിക്കുന്നു. ആ സമ്പത്തുകളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി പങ്കുവെച്ച് സഹോദരങ്ങളെ, നിങ്ങൾ രോഗത്തിൽ നിന്നും കഠിനമായ പീഡകളിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കണമേ. നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ ദൈവമക്കളോടും ഒപ്പം ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ.